അക്കാഡമിയ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഓക്സിജനെയും നൈട്രജനെയും കുറിച്ചാണ്. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകവും ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകവും ഓക്സിജൻ തന്നെയാണ്. കത്താൻ സഹായിക്കുന്ന വാതകവും ഓക്സിജൻ തന്നെയാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് ജ്വലനം. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ അത് ജ്വലനമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജനാണ്. അപ്പോൾ ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകവും ഓക്സിജൻ തന്നെയാണ്. കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതുപോലെ തന്നെ ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് ജ്വലനം എന്നറിയപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം, അതുപോലെ തന്നെ ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകവുമാണ് ഓക്സിജൻ. ഓക്സിജന്റെ രൂപാന്തരണമാണ് ഓസോൺ. ഓക്സിജന്റെ രൂപാന്തരണം ഓസോൺ ആണ്. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങൾ 3 എണ്ണമാണ്. ഒരു ഓസോൺ തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 ആറ്റങ്ങളാണ്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ഞാൻ മണക്കുന്നു എന്നാണ്. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഞാൻ മണക്കുന്നു. ദ്രവ ഓക്സിജൻ, ഓസോൺ എന്നിവയുടെ നിറം ഇളം നീലയാണ്. ദ്രവ ഓക്സിജൻ, ഓസോൺ എന്നിവയുടെ നിറം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇളം നീലയാണ്. അപ്പോൾ ഓക്സിജന്റെ രൂപാന്തരണമാണ് ഓസോൺ. ഒരു ഓസോൺ തന്മാത്രയിൽ 3 ആറ്റങ്ങളാണുള്ളത്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ഞാൻ മണക്കുന്നു എന്നാണ്. ദ്രവ ഓക്സിജൻ, ഓസോൺ എന്നിവയുടെ നിറം ഇളം നീലയാണ്. ദ്രവ ഓക്സിജൻ, ഓസോൺ എന്നിവയുടെ നിറം ഇളം നീല നിറമാണ്. അപ്പോൾ ഓസോൺ എന്ന വാക്കിനർത്ഥം ഞാൻ മണക്കുന്നു എന്നാണ്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോണിൽ 3 ആറ്റങ്ങളാണ് ഉള്ളത്. ഓക്സിജൻ എന്ന പേര് നിർദ്ദേശിച്ചത് ലാവോസിയാണ്. ഓക്സിജൻ എന്ന മൂലകത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ലാവോസിയാണ്. ഓക്സിജന്റെ ഐസോടോപ്പുകളാണ് ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18 എന്നിവ. അപ്പോൾ ഓസോൺ എന്ന പേര് നിർദ്ദേശിച്ചത് ലാവോസിയാണ്. ഓക്സിജന്റെ ഐസോടോപ്പുകളാണ് ഓക്സിജൻ 16, 17, 18. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങൾ, ഓസോൺ എന്നിവയാണ്. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങളും ഓസോൺ എന്നിവ ഉപയോഗിച്ചാണ്. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത വാതകമാണ് ഓക്സിജൻ. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ എന്ന പേര് നിർദ്ദേശിച്ചത് ലാവോസിയാണ്. ഓക്സിജന്റെ ഐസോടോപ്പുകളാണ് ഓക്സിജൻ 16, 17, 18 എന്നിവ. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങൾ, ഓസോൺ എന്നിവയാണ്. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിൽ പോലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും അതിന് ഇളം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത്
ഓക്സിജന്റെയും ഹീലിയത്തിന്റെയും നൈട്രജന്റെയും മിശ്രിതമാണ്. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത് സാധാരണയായി ഓക്സിജന്റെയും ഹീലിയത്തിന്റെയും നൈട്രജന്റെയും മിശ്രിതമാണ്. അപ്പോൾ ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിൽ പോലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും അത് ഇളം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത് ഓക്സിജന്റെയും ഹീലിയത്തിന്റെയും നൈട്രജന്റെയും മിശ്രിതമാണ്. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് 89%. ശുദ്ധജലത്തിൽ 89% ഓക്സിജനാണ് ഉള്ളത്. ആന്റിക്ലോർ ആയി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് സൾഫർ ഡൈ ഓക്സൈഡ്. ആന്റിക്ലോറായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഓക്സിജൻ ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത് ഓക്സിജന്റെയും ഹീലിയത്തിന്റെയും നൈട്രജന്റെയും മിശ്രിതമാണ്. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് ഏതാണ്ട് 89%. ആന്റിക്ലോറായി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് സൾഫർ ഡൈ ഓക്സൈഡ്. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് നൈട്രജൻ ആണ്. നൈട്രജന്റെ അറ്റോമിക നമ്പർ 7 ആണ്. അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് 78%. അന്തരീക്ഷ വായുവിൽ എത്ര ശതമാനം നൈട്രജൻ ആണുള്ളത് എന്ന് ചോദിച്ചാൽ അത് 78%. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകവും നൈട്രജൻ തന്നെയാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകമാണ് നൈട്രജൻ. അതുപോലെ തന്നെ പ്രോട്ടീനുകളുടെ മുഖ്യ ഘടകമാണ് നൈട്രജൻ. പ്രോട്ടീനുകളുടെ മുഖ്യ ഘടകം നൈട്രജൻ ആണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകവും നൈട്രജൻ തന്നെയാണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ ആണ്. നമ്മൾ ഓക്സിജന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ, എന്നാൽ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. അപ്പോൾ നൈട്രജന്റെ അറ്റോമിക നമ്പർ 7. അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് 78%. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകമാണ് നൈട്രജൻ. പ്രോട്ടീനുകളുടെ മുഖ്യ ഘടകമാണ്. അതുപോലെ തന്നെ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് നൈട്രജൻ സ്വീകരിച്ച് വളരുവാൻ കഴിയുന്ന സസ്യങ്ങളാണ് ആല്, തേക്ക്, മാഞ്ചിയം തുടങ്ങിയവ. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് നൈട്രജൻ സ്വീകരിച്ചുകൊണ്ട് വളരാൻ കഴിയുന്ന സസ്യങ്ങളാണ് ആല്, തേക്ക്, മാഞ്ചിയം തുടങ്ങിയവ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വാതക സംയുക്തമാണ് നൈട്രിക് ഓക്സൈഡ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വാതക സംയുക്തം നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡ് വളരെ വേഗം ഓക്സിജനുമായി പ്രവർത്തിച്ച് രൂപപ്പെടുന്ന വാതക സംയുക്തമാണ് നൈട്രജൻ ഡൈ ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് വളരെ വേഗം ഓക്സിജനുമായി പ്രവർത്തിച്ച് രൂപപ്പെടുന്ന വാതക സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് നൈട്രജൻ സ്വീകരിച്ച് വളരാൻ കഴിയുന്ന സസ്യങ്ങളാണ് ആല്, തേക്ക്, മാഞ്ചിയം തുടങ്ങിയവ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വാതക സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രിക് ഓക്സൈഡ് ആണ്. ഇനി ഈ നൈട്രിക് ഓക്സൈഡ് വളരെ വേഗം ഓക്സിജനുമായി പ്രവർത്തിച്ച് രൂപം കൊള്ളുന്ന വാതക സംയുക്തമാണ് നൈട്രജൻ ഡൈ ഓക്സൈഡ്. നൈട്രജൻ ഡൈ ഓക്സൈഡ് മണ്ണിലെത്തുന്നത് നൈട്രിക് ഓക്സൈഡിന്റെ രൂപത്തിലാണ്. നൈട്രജൻ ഡൈ ഓക്സൈഡ് മണ്ണിലെത്തുന്നത് ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ നൈട്രിക് ഓക്സൈഡിന്റെ രൂപത്തിലാണ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. ചിരിപ്പിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രസ് ഓക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളമാണ് യൂറിയ. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂറിയ ആണ്. അനസ്തെറ്റിക്കായി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തം കൂടിയാണ് നൈട്രസ് ഓക്സൈഡ്. അനസ്തെറ്റിക്കായി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ നൈട്രജൻ ഡൈ ഓക്സൈഡ് മണ്ണിലെത്തുമ്പോൾ
നൈട്രിക് ഓക്സൈഡിന്റെ രൂപത്തിലാണ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള രാസവളമാണ് യൂറിയ. അനസ്തെറ്റിക്കായി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ്. ആ നൈട്രസ് ഓക്സൈഡ് തന്നെയാണ് ചിരിപ്പിക്കുന്ന വാതകമെന്നും അറിയപ്പെടുന്നത്. അന്തരീക്ഷ നൈട്രജൻ ഉപയോഗിച്ച് നൈട്രജൻ വളങ്ങൾ വ്യാവസായികമായി നിർമ്മിച്ച ആദ്യ രാജ്യം ജർമ്മനിയാണ്. അന്തരീക്ഷ നൈട്രജൻ ഉപയോഗിച്ച് നൈട്രജൻ വളങ്ങൾ വ്യാവസായികമായി നിർമ്മിച്ച ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ഹൈഡ്രജനും നൈട്രജനും ചേർന്നുണ്ടാകുന്ന ആസിഡാണ് ഹൈഡ്രോസോയിക് ആസിഡ്. ഹൈഡ്രജനും നൈട്രജനും ചേർന്നുണ്ടാകുന്ന ആസിഡ് ഹൈഡ്രോസോയിക് ആസിഡ് ആണ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ്, ഗാഢ നൈട്രിക് ആസിഡ് എന്നിവയുമായി ഗ്ലിസറോൾ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ശക്തിയേറിയ സ്ഫോടക വസ്തുവാണ് നൈട്രോഗ്ലിസറിൻ. ഗാഢ സൾഫ്യൂരിക് ആസിഡ്, ഗാഢ നൈട്രിക് ആസിഡ് എന്നിവയുമായി ഗ്ലിസറോൾ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ശക്തിയേറിയ സ്ഫോടക വസ്തുവാണ് നൈട്രോഗ്ലിസറിൻ. അപ്പോൾ അന്തരീക്ഷ നൈട്രജൻ ഉപയോഗിച്ച് നൈട്രജൻ വളങ്ങൾ വ്യാവസായികമായി നിർമ്മിച്ച ആദ്യ രാജ്യം ജർമ്മനിയാണ്. ഹൈഡ്രജനും നൈട്രജനും ചേർന്നുണ്ടാകുന്ന ആസിഡാണ് ഹൈഡ്രോസോയിക് ആസിഡ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ്, ഗാഢ നൈട്രിക് ആസിഡ് എന്നിവയുമായി ഗ്ലിസറോൾ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ശക്തിയേറിയ സ്ഫോടക വസ്തുവാണ് നൈട്രോഗ്ലിസറിൻ. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമാണ് ഹൈഡ്രജൻ സയനൈഡ്. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഹൈഡ്രജൻ സയനൈഡ് ആണ്. സ്ഫോടക വസ്തുവായ ഡൈനാമൈറ്റിന്റെ അടിസ്ഥാന പദാർത്ഥവും നൈട്രോഗ്ലിസറിൻ ആണ്. സ്ഫോടക വസ്തുവായ ഡൈനാമൈറ്റിന്റെ അടിസ്ഥാന പദാർത്ഥം നൈട്രോഗ്ലിസറിൻ ആണ്. ഡൈനാമൈറ്റിന്റെ രാസനാമം ഗ്ലിസറൈൽ ട്രൈ നൈട്രേറ്റ് എന്നാണ്. ഡൈനാമൈറ്റിന്റെ രാസനാമം ഗ്ലിസറൈൽ ട്രൈ നൈട്രേറ്റ് എന്നാണ്. നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. അപ്പോൾ നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമാണ് ഹൈഡ്രജൻ സയനൈഡ്. സ്ഫോടക വസ്തുവായ ഡൈനാമൈറ്റിന്റെ അടിസ്ഥാന പദാർത്ഥമാണ് നൈട്രോഗ്ലിസറിൻ. ഡൈനാമൈറ്റിന്റെ രാസനാമം ഗ്ലിസറൈൽ ട്രൈ നൈട്രേറ്റ് ആണ്. നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അപ്പോൾ നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. ഓക്സിജനെയും നൈട്രജനെയും കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.